Hello everybody. ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കാം. നമ്മുടെ അക്കൗണ്ടൻസിയിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ അതിൻ്റെ പാർട്ട് 1 വരുന്ന കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ 2021 നോക്കുന്നത്. ഇതിൽ മാർക്കിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 1 മാർക്കിൻ്റെത്, 2 മാർക്കിൻ്റെത്, 3, 4, 5 പിന്നെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ ഷോർട്ട് ടൈപ്പ് ആൻഡ് ലോങ് ടൈപ്പ് ആൻസേഴ്സ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. 2 മണിക്കൂറാണ്. അതുപോലെ 60 മാർക്കിന്. അതായത് കഴിഞ്ഞ വർഷത്തെ 2021 പാറ്റേൺ ഇതായിരുന്നു. അപ്പൊ അതിൽ 60 മാർക്ക് എത്തുന്നത് വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ടോട്ടൽ 60 മാർക്സ് കിട്ടുന്ന രീതിയിലേക്കുള്ള വാല്യൂല് നിങ്ങൾ ആൻസർ ചെയ്യാന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷത്തെ മെത്തേഡ്. ദെൻ 2021 മാർച്ചിൽ നടന്നിട്ടുള്ള പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. നമ്മളിവിടെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. പാർട്ട് എ, അക്കൗണ്ടിങ്. ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4, each carries 1 score. 4 into 1 is equal to 4. ഇവിടെ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണോ ശരിയായ ഉത്തരം അത് നമ്മൾ സോൾവ് ചെയ്യണം, അത് നമ്മൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഇൻ എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇസ് കോൾഡ്. ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഇൻകം എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മളിവിടെ സർപ്ലസ് ഒരു ഓപ്ഷൻ ഉണ്ട്, ക്യാപിറ്റൽ, ഡെഫിസിറ്റ്, റവന്യൂ. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കുറയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറവ് എന്നുള്ളതാണ് ഡെഫിസിറ്റ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ കൂടുതലുള്ള ആ ഒരു അവസ്ഥയാണ് സർപ്ലസ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനമാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനമാണ്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് സർപ്ലസ് ആണ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എൻഡിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിന് പകരം നമുക്ക് കിട്ടുന്നതാണ് സർപ്ലസ്. Then second question, the written agreement of a partnership is called. ഇത് വളരെ ക്ലിയർ ആണ്, വളരെ ഡയറക്റ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. അതിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം സ്റ്റേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. Then the reconstitution of a partnership happens at the time of. എപ്പോഴൊക്കെയാണ് നമ്മളൊരു പാർട്ണർഷിപ്പിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അതായത് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മാറ്റിയിട്ട് അതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മാറ്റുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഈസ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ണർ. ഓൾ ഓഫ് ദിസ്. അപ്പൊ നമുക്കറിയാം ഈ ഓരോ സിറ്റുവേഷനിലും നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറാം, അല്ലെ, ഓരോരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറാം. സോ ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ. ദെൻ fourth one, the ratio in which the continuing partners share the profit of outgoing partner is called old ratio, gaining ratio, sacrificing ratio and new ratio. അപ്പം കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്, അതിൽ ഒരാൾ പോകുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് ഒരാൾ പോകുന്നു, എക്സിസ്റ്റിംഗ്ലി അവിടെ ഉള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പം ഈ പാർട്ട്നേഴ്സ് പോകുന്ന ആളുടെ അടുത്ത് നിന്ന് അയാളുടെ ഷെയർ അങ്ങ് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ ഒരു സംതിങ് ഇസ് ഗെയിൻഡ് ദർ, അവിടെ എന്തോ ലാഭം അവർക്ക് കിട്ടുന്ന പോലെയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. പുറത്തേക്ക് ഒരാൾ പോകുമ്പോൾ അയാളുടെ ഷെയർ കൂടി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഗെയിനിങ് റേഷ്യോ എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഈ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സെക്കൻഡ് പാർട്ടിൽ ക്വസ്റ്റ്യൻ 5 to 7 each carries 2 scores. അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് 5 to 7. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 characteristics of not for profit organizations. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് അല്ലെങ്കിൽ നമ്മളിതിന്റെ ആൻസർ കീയിൽ നോക്കുമ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് വരും. ഏതെങ്കിലും 2 നമ്മൾ എഴുതിയാൽ മതിയാവും. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. Providing service to a specific group such as education, healthcare, charity, etc. They do not engage in trading activities. So, profit in a organization, so it is not for trading. Then these organizations do not entertain
ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഇവിടെ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം, ഒരാൾക്ക് ഒരു ചാരിറ്റി കൊടുക്കാം. അപ്പോൾ പറയണം നിങ്ങളിപ്പോ ആ ഒരു പ്രോഗ്രാം നടത്തിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് പൈസ അടുത്ത മാസം തന്നോളാം എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല. സ്പോട്ടിൽ പൈസ കൊടുക്കുക, എന്നിട്ട് അതിന്റെ ഡീലിങ്സ് അവിടെ തീർക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലുള്ളത്. സബ്സ്ക്രിപ്ഷൻ ചിലപ്പോൾ ഈ വർഷം തരാത്തത് പിന്നീട് തരിക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഈ ഓർഗനൈസേഷൻ നടത്തുകയാണെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നടത്തില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഓഫർ ചെയ്യാണ് ഈ ഓർഗനൈസേഷനിൽ എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ ഒരു ചാരിറ്റി ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ടൂർണമെന്റ് നടത്തിക്കോളൂ, അതിന്റെ ലാഭം നിങ്ങൾക്ക് എടുക്കാം, സോ ടൂർണമെന്റ് നടത്തിക്കോളൂ, ടൂർണമെന്റിനുള്ള പൈസ ഞാൻ ഇറക്കിക്കോളാം എന്ന് പറയും. പക്ഷെ തൽക്കാലം നിങ്ങൾ പൈസ ഇറക്കണം, ഞാൻ പിന്നീട് തരാം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഇവിടെ സമ്മതിക്കാൻ പറ്റില്ല. സോ ദിസ് ഓർഗനൈസേഷൻ do not entertain credit transactions. Then the main source of income of such organizations are subscriptions from members, donations, legacies, etc. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ് നിങ്ങൾക്ക് എഴുതിയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. Then how will you treat the following items in partnership accounts in the absence of partnership deed? ഒരു ഡീഡിൽ പറയുന്നില്ലെങ്കിൽ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരിക്കും. ഡീഡിൽ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും. Then ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിൽ ഡ്രോയിങ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ ചിലപ്പോൾ വളരെ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവും 5% or 6% എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ളതാണ്, നോ ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ്, ഇറ്റ് വിൽ ബി ഷെയർഡ് ഈക്വലി ആൻഡ് നോ ചാർജിങ് ഓൺ ദ ഡ്രോയിങ്സിൽ യാതൊരു ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതില്ല എന്നതാണ്. Then 7th question, write down the journal entries for the following at the time of dissolution of partnership firm. ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടതെന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോർ സെയിൽ ഓഫ് അസറ്റ് സെൽ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ക്യാഷ് വരും. സോ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അസറ്റ് പോയി അതിന് പകരം ക്യാഷ് ആയി മാറുകയാണ് ചെയ്യുന്നത്. സോ ക്യാഷ് return to realization. Yeah, the first one. Then the second one, for payment of realization expenses. ഇവിടെ എക്സ്പെൻസസ് വരുന്നുണ്ട്. ആ എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവാണ്. ഓക്കെ, ആ എക്സ്പെൻസിന്റെ പേരിൽ. സോ റിയലൈസേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്, അപ്പം ക്യാഷ് ഇവിടുന്ന് പോവാണ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻ, ഓരോ കറക്റ്റ് എൻട്രിക്കും ഓരോ മാർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ that is the 7th question. Now comes the 8th one. List out any 3 differences between income and expenditure account and receipt and payment account. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസസ് നമ്മൾ ടേബിളാർ ഫോമിൽ നമ്മളിവിടെ കാണുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഇസ് ലൈക്ക് P&L അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെ അക്രൂവൽ ബേസിസിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. സോ ഇറ്റ് ഇസ് ലൈക്ക് എ P&L അക്കൗണ്ട്. ഒരു വർഷത്തിന്റെ എൻഡിൽ നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദെൻ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് ഇസ് ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. സോ ഇവിടെ ആ വർഷത്തേക്ക് ബന്ധപ്പെട്ടതാണെങ്കിലും പിറ്റേ വർഷത്തേക്കുള്ളതാണെങ്കിലും മുമ്പത്തെ വർഷത്തേക്കുള്ളതാണെങ്കിലും വാട്ട് എവർ ബി ദ എമൗണ്ട് റിസീവ്ഡ് ഓർ വാട്ട് എവർ ബി ദ എമൗണ്ട് പെയ്ഡ്, ഏത് കേസ് ആണെങ്കിലും നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സമ്മറി ഓഫ് എ ക്യാഷ് ബുക്ക്. ദെൻ it records income and expenditure of revenue nature only. ഇവിടെ റവന്യൂ നേച്ചറുള്ളതാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ നേച്ചറിലുള്ളതും റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം റെസീറ്റ് ആൻഡ് പേയ്മെന്റിൽ റെക്കോർഡ് ചെയ്യും. സോ ഇവിടെ ക്യാഷ് ഫ്ലോ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ആ നേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള റെസീറ്റ് ആണ്, എന്തിനു വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് ആണ് എന്നുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഐറ്റംസ് റിലേറ്റഡ് ടു കറന്റ് ഇയർ ഓൺലി. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുമ്പത്തെ വർഷത്തേതോ വരാനുള്ള വർഷത്തേതോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മളിവിടെ എൻകറേജ് ചെയ്യില്ല, എന്റർടൈൻ ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. പക്ഷേ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഏത് അക്കൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും മുമ്പത്തെ വർഷത്തേതാണെങ്കിലോ കറണ്ട് ഇയറിലാണെങ്കിലോ പ്രീവിയസ് ഇയറിലാണെങ്കിലോ സക്സീഡിങ് ഇയറിലാണെങ്കിലോ ഒന്നും ഒരു പ്രശ്നമല്ല, എല്ലാം നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം. ദെൻ income and expenditure is a nominal account and the receipt and payment account is a real account. എന്ന് വെച്ചാൽ ഇത് ക്യാഷ് അക്കൗണ്ട് ആണ് ആക്ച്വലി. സോ ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട് ആൻഡ് income and expenditure is nominal account.
കാരണം അത് റവന്യൂ നേച്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമാണ് ഇവിടെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ നോമിനൽ അക്കൗണ്ട്. സോ ഇത്രയാണ് 8 മുതൽ 10 വരെ, സോറി നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയി, 5 to 7 നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ ഇവിടെ 8 to 10 ആണ്. ഇതിൽ 3 into 3 3 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് എ 8th question. Then 9th one, what do you mean by goodwill? List out any 2 factors affecting goodwill. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷൻ അല്ലേ. അപ്പൊ നമുക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവർ റൺ ചെയ്യുമ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷന് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് അതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗുഡ്വിൽ. സോ ഗുഡ്വിൽ, the value of reputation of a firm in respect of the profits expected in future over and above the normal profits earned by other similar firms belonging to the same industry. നമ്മളൊരു 10 ഇൻഡസ്ട്രീനെ ഒരുമിച്ച് വെക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്റിക്ക് പുറമെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയും. ഇനി അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ? ഫസ്റ്റ് വൺ ഈസ് ഫേവറബിൾ ലൊക്കേഷൻ. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ പറയും കണ്ണായ സ്ഥലത്താണ് ആ ഷോപ്പ് എന്ന് പറയാറുണ്ട്. സോ ഫേവറബിൾ ലൊക്കേഷൻ, നേച്ചർ ഓഫ് ബിസിനസ്, അവർ റൺ ചെയ്യുന്ന ബിസിനസിന്റെ നേച്ചർ, ദെൻ എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, ആ ബിസിനസ് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് എത്രത്തോളം നല്ല രീതിയിൽ അത് റൺ ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് ഏതൊക്കെ രീതിയിൽ അവർ ഡീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതിന് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ലിസ്റ്റ് എനി 2 factors എന്ന് പറഞ്ഞാൽ 2 factors ജസ്റ്റ് എഴുതിയ പോരാ, അതിന്റെ ഒരു ചെറിയ ഒരു 1 or 2 ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് സിറ്റുവേഷൻ, അത് നമ്മളൊരു ഫേവറബിൾ ലൊക്കേഷൻ പറഞ്ഞതിന്റെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് മാർക്കറ്റ് സിറ്റുവേഷൻ. ദെൻ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്, ഇപ്പോൾ ചില ആളുകൾ ആദ്യം തുടങ്ങിയിട്ടുള്ള ബിസിനസ് ആയിരിക്കും, ചില ആളുകൾ ആയിരിക്കും മാർക്കറ്റിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ്, അത് പയനിയേഴ്സ് എന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ്, ചിലപ്പോൾ വിദേശത്ത് നിന്നുള്ള ചില പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഇവരായിരിക്കും ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്, എന്നിട്ട് ഇവർ സപ്ലൈ ചെയ്യുന്നതായിരിക്കും മാർക്കറ്റിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും, കോമ്പറ്റീറ്റേഴ്സിന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വിലക്ക് കൊടുക്കാൻ പറ്റും. സോ പ്രൈസ് അഡ്വാൻറ്റേജ് ഇവർക്ക് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ. ദെൻ ടൈം ഫാക്ടർ, അത് 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആരാണ് കൂടുതൽ ആളുകൾ ബൈ ചെയ്യാനുള്ള സാധ്യത നോക്കിയിട്ട് അവൈലബിൾ ആക്കുന്നു എന്നുള്ളൊരു വിഷയം. സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുമ്പോഴെല്ലാം ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആവുക എന്നുള്ളൊരു വിഷയം. ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റിന് വേണ്ടി ഒരു ഷോപ്പിൽ ചെന്നു, അപ്പൊ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. രണ്ടാമത് ഞാൻ ചെന്നു, രണ്ടാമത് അവിടെ ഇല്ല എന്ന് പറഞ്ഞു, തീർന്നു പോയി എന്ന് പറഞ്ഞു. മൂന്നാമത് ഞാൻ പിന്നെ അവിടെ പോയില്ല. പക്ഷെ ഈ പ്രോഡക്റ്റ് നമ്മൾ ചെല്ലുമ്പോഴൊക്കെ അവൈലബിൾ ആക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എനിക്കത് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മതി, അത് കിട്ടുമെന്നുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ആ ധൈര്യം ഉണ്ടായാൽ പിന്നെ കുഴപ്പമില്ല ഇത്. സോ ദാറ്റ് ഈസ് ടൈം ഫാക്ടർ. ഓക്കെ, അപ്പൊ ഗുഡ്വിൽ ഇതിൽ 2 നമ്മൾ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് എലാബറേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. Then list out any 6 accounting treatments involved in the retirement or death of a partner. ഒരു റിട്ടയർമെന്റിലോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ചില അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അതിൽ 6 നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒരു സിറ്റുവേഷൻ ആണിത്, എന്ന് വെച്ചാൽ ഒരു റീകൺസ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. അപ്പൊ അവിടെ സംഭവിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് വൺ ചേഞ്ചിങ് ഓഫ് ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്മളത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു പാർട്ണർ ബിസിനസ്സിന് പോവുകയാണ്. അപ്പൊ അയാളുടെ ഷെയർ, അയാളുടെ പ്രോഫിറ്റ് മറ്റുള്ളവര് ഇനി അങ്ങോട്ട് ഷെയർ ചെയ്യും. അപ്പൊ അവിടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുന്നു. അപ്പൊ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് അവിടെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം. സോ അവിടെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തേണ്ടതുണ്ട്. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ, ഈ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് എത്രത്തോളം ഗെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഗുഡ്വിൽ, ഇപ്പം റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ അയാളുടെ കൂടി എഫേർട്ട് കാരണം ഉണ്ടായിട്ടുള്ള ഗുഡ്വിൽ ആയിരിക്കും. അപ്പൊ അയാൾ പോകുമ്പോൾ ഗുഡ്വില്ലിന്റെ വാല്യൂ എത്രയാണെന്ന് കണക്കാക്കി അതിനുള്ള ബെനിഫിറ്റ് അയാൾക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ ദാറ്റ് ട്രാൻസാക്ഷൻ ഓർ ദാറ്റ് പെർട്ടിക്കുലർ അഡ്ജസ്റ്റ്മെന്റ് ഹാസ് ടു ബി carried out. Then 4ാമത്തത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ്. എന്ന് വെച്ചാൽ
അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ്. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനിലെ മുമ്പത്തെ കാലത്തെ ആക്ടിവിറ്റീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോഫിറ്റ്സും ലോസസും ഉണ്ടാവും. ഈ പ്രോഫിറ്റ്സും ലോസസും ഈ പോകുന്ന ആൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. അപ്പൊ അതിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടതുണ്ട്. ദെൻ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ ഒരാൾ പുറത്തു പോകുമ്പോൾ അയാളെ സെറ്റിൽ ചെയ്ത് വിടണം. അപ്പൊ ആ സെറ്റിൽ ചെയ്യുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർസ് അല്ലെങ്കിൽ അസറ്റിന്റെ ലയബിലിറ്റിന് വാല്യൂ നോക്കിയിട്ട് അയാൾക്ക് എത്രയാണോ കൊടുക്കാനുള്ളത് കൊടുക്കണം, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് റീവാലുവേഷൻ നടത്തേണ്ടതുണ്ട്. ദെൻ അസർട്ടൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. ഇനി ആ സമയം വരെ വല്ല പ്രോഫിറ്റോ ലോസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ അസർട്ടൈൻ ചെയ്യണം. അപ്പം ഇതിന്റെ എല്ലാം കൂടി ബേസിൽ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. ഇനി റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ടോട്ടൽ എത്ര കൊടുക്കാനുണ്ട്, ആ എമൗണ്ട് എത്രയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കണം. ദെൻ ദാറ്റ് എമൗണ്ട് ഹാസ് ടു ബി പെയ്ഡ് ഓഫ്. അത് സെറ്റിൽ ചെയ്യണം. അപ്പൊ അത് സെറ്റിൽ ചെയ്യുന്ന സിറ്റുവേഷൻ. ദെൻ ഫൈനലി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽസ് ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. ഇനി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഉണ്ട്, അവരവരുടെ ക്യാപിറ്റലിൽ ഇനി എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് അതെല്ലാം കൂടി ചേഞ്ച് വരുത്തിയിട്ട് ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ആയിട്ട് ഇനി അവർ മുന്നോട്ട് പോകും. അതാണ് റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ സ്റ്റേജസ് ആണ്, ഓരോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ്. ഇതെല്ലാം കൂടി കഴിയുന്നതോടുകൂടി അവിടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയി അങ്ങനെ അത് മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ അതാണ് 8, 9, 10 ഈ 3 കേസ്. ഇവിടെ നമ്മൾ 6 ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഓരോ പോയിന്റിനും 1/2 മാർക്ക് വീതം നമുക്ക് കിട്ടും. അപ്പോൾ 6 പോയിന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പൊ അതിന് നമുക്ക് 3 മാർക്ക് കിട്ടുന്നതായിരിക്കും. സോ അതാണ് തേർഡ് പാർട്ട് 8 to 10. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് പാർട്ടില് ക്വസ്റ്റ്യൻസ് 11 to 15 ഈച്ച് ക്യാരീസ് 4 scores. അപ്പൊ ഇവിടെ 4 മാർക്കിൻ്റെതാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. റൈറ്റ് എനി 4 differences between fixed capital and fluctuating capital methods. നമുക്കറിയാം 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും മറ്റേത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്സും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അതിനൊന്നും കൂടി നമുക്ക് നോക്കാം. അതിൽ 4 ഡിഫറൻസസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഇങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എനിവേ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇവിടെ ആദ്യമായിട്ട് പറയാനുള്ളത് 2 അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് അതിനെ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എല്ലാ ചേഞ്ചസും എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കറണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ചെയ്യും. ഹിയർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി 1 അക്കൗണ്ട് ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. അപ്പൊ അതുകൊണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് തന്നെ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നു. ദെൻ സെക്കൻഡ്, യൂഷ്വലി ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം ഇയർ ആഫ്റ്റർ ഇയർ. എല്ലാ ട്രാൻസാക്ഷൻസും ആക്ടിവിറ്റീസ് കറണ്ട് അക്കൗണ്ടിൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ക്യാപിറ്റലിന്റെ വാല്യൂ എപ്പോഴും മാറാതെ നിലനിൽക്കും. ദെൻ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ഫ്ലക്ച്വേറ്റിംഗ്. ഇവിടെ റീസൺ നമ്മൾ പറഞ്ഞു, കാരണം ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എല്ലാ ട്രാൻസാക്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സിനെ പാർട്ട്നേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് കാണിക്കുന്നത്. Then adjustments like interest on capital, drawings, interest on drawings, etc. are made in the current account. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ട്രാൻസാക്ഷൻസ്. അതായത് വല്ല ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ, ക്യാപിറ്റലിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറണ്ട് അക്കൗണ്ടിലേക്കാണ് ചെയ്യുക. ഇവിടെ അങ്ങനത്തെതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത്. Now both current account and capital account are appeared in balance sheet. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആയതുകൊണ്ട് അതിനെ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ കാണിക്കും. ഇവിടെ പിന്നെ കറണ്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ കാണിക്കുന്നത്. ദെൻ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ ഡീഡ്. അതായത് ഇങ്ങനെ 2 അക്കൗണ്ട് നമ്മൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇവിടെ പിന്നെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി that the firm is going on with fluctuating capital method. അത് പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. So these are the differences between fixed capital method and fluctuating capital method. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 4 എണ്ണം എഴുതണം.
ഇനി നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതൊരു പ്രോബ്ലം ആണ്, ഒരു കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് നോക്കാം. Amala and Nandana are partners in a firm, sharing profits and losses in the ratio 3:2. They decided to admit Hajra as a new partner for 1/5 share in profits, which is acquired equally from Amala and Nandana. Calculate the new ratio after admission. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്, അതിൽ രണ്ടാളുണ്ട്. ഈ രണ്ടാളുകൾ ഒരു പുതിയ ആൾ അതിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഇവർ കൊടുക്കുന്ന അവരുടെ ഷെയറിൽ നിന്ന് അവർക്ക് ഈ പുതിയ ആൾക്ക് കൊടുക്കുകയാണ് അവരുടെ ഒരു പോർഷൻ. എന്ന് വെച്ചാൽ 1/5 ആ പുതിയ പാർട്ണർ ഹാജറക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റിസീവ്ഡ് ഈക്വലി ഫ്രം അമല ആൻഡ് നന്ദന. അപ്പൊ ഇനി ഇവരുടെ പുതിയ റേഷ്യോ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇവിടെ ഈ രണ്ട് പാർട്ട്നേഴ്സിന്റെ ആദ്യത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 ആണ്. ഓക്കെ, ഇതിൽ ഹാജറയുടെ പുതിയ ഷെയർ എന്ന് പറഞ്ഞാൽ 1/5 ആണ്, വിച്ച് ഈസ് റിസീവ്ഡ് ഈക്വലി. ഇത് അമലയിൽ നിന്ന് നന്ദനയിൽ നിന്നാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 1/10 പ്ലസ് 1/10. ഇതാണ് അമലയുടെ അടുത്തുനിന്നും നന്ദനയുടെ അടുത്തുനിന്നും ഇയാൾ റിസീവ് ചെയ്തിട്ടുള്ളത്. ഹാജറയ്ക്ക് കിട്ടിയിട്ടുള്ളത് 1/10 അമലയുടെ കയ്യിൽ നിന്നും 1/10 നന്ദനയുടെ കയ്യിൽ നിന്നുമാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അത് 1/5 ആയി. ഓക്കെ, നൗ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ന്യൂ റേഷ്യോ നമ്മൾ കണ്ടെത്തണം ഈ അഡ്മിഷന് ശേഷം. അപ്പൊ നമുക്ക് അമലയുടെ പുതിയ ഷെയർ എത്രയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ പുതിയ ഷെയർ റേഷ്യോ എത്രയുണ്ടെന്ന് നോക്കാം. അമലയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അയാളുടെ ആദ്യത്തെ ഉണ്ടായിരുന്നത് 3/5 എന്ന് വെച്ചാൽ 3:2 എന്ന് പറഞ്ഞാൽ 3/5 അമലയുടെ ഭാഗം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അയാൾ 1/10 ഹാജറക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് എത്രയാവും? ഇത് പറഞ്ഞാല് 6/10 മൈനസ് 1/10 ഇങ്ങനെ ആയിരിക്കും അല്ലെ. 6/10 എന്ന് പറഞ്ഞാൽ 3/5, നമുക്ക് 6/10 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ അത് 5/10 ആയിരിക്കും. ഓക്കെ, സോ അമലയുടെ പുതിയ ഷെയർ എന്ന് പറഞ്ഞാൽ 5/10 ആണ്. ഇനി നമുക്ക് നന്ദനയുടേത് കാണാം. ഓക്കെ, നന്ദനയുടേത് എങ്ങനെയാന്ന് വെച്ചാൽ അയാൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് 2/5 ആണ്. 2/5 അതിൽ നിന്ന് അയാൾ 1/10 ഹാജറക്ക് കൊടുത്തു. ഇത് വെച്ചാൽ 2/5 നമുക്ക് 4/10 എന്ന് എഴുതാം. സോ 4/10 മൈനസ് 1/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/10 എങ്ങനെയാണുള്ളത്. അപ്പോ നന്ദനയുടെ പുതിയ റേഷ്യോ നമുക്ക് കിട്ടി, അമലയുടേതും കിട്ടി, ഹാജറയുടേത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1/5. സോ ഇനി പുതിയ റേഷ്യോ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ അമലയുടേത് 5/10 ഈസ് ടു നന്ദനയുടേത് 3/10 ഈസ് ടു ഹാജറയുടേത് 1/5 ആണ്. എന്ന് വെച്ചാൽ 2/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 5:3:2. അപ്പൊ ഇതാണ് അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇത് ഇവിടെ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഹാജറ അക്വയർ ചെയ്യുന്നത് ഈക്വലി ഫ്രം 1/10 ഫ്രം ഈച്ച്. ദെൻ അവർ കാൽക്കുലേറ്റ് 5/10. Then Nandana is 3/10, Hajra that is 2/10. So the total is 5:3:2. So this is it. Any other question? Come. Abhinav and Adarsh are partners in a firm sharing profits and losses in ratio of 5:3. So, ഇവര് partners ആണ് 5:3 അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Ananya is admitted in the firm for 1/5 of the share of profits. അപ്പോൾ അനന്യയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. again 1/5. She has to bring in 20,000 as capital and 4,000 as her share of goodwill. Give necessary journal entries if the amount of goodwill is retained in the business. ഇത് ബിസിനസ്സിലെ amount retain ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിനാവശ്യമായിട്ടുള്ള journal entries പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം ഇവിടെ അനന്യ വരുന്നത് 20,000 4,000 24,000 അവര് കൊണ്ടുവരണം. സോ എനിവേ ക്യാഷ് ഈസ് ബ്രോട്ട് ഇൻ ടു ദ ബിസിനസ്. സോ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടോപ്പ് is 24,000. ഇതെങ്ങനെയാണ് അവരുടെ ക്യാപിറ്റലിലേക്ക് അനന്യാസ് ക്യാപിറ്റലിലേക്ക് 20,000 പോകും. പിന്നെ അവരുടെ
ഗുഡ്വിൽ, എക്സിസ്റ്റിംഗ് ഗുഡ്വില്ല് ഇവരുടെ ഷെയർ, ഐ മീൻ ആ ഗുഡ്വില്ല് ആക്ച്വലി ഇവര് 4000 കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലിലേക്ക് ഇവർക്കൊരു ഭാഗമാവാനുള്ള ഒരു രീതിയാണത്. എന്ന് വെച്ചാൽ അവര് ഗുഡ്വില്ലിന്റെ ഷെയർ ആയിട്ട് അവർ കൊണ്ടുവരാണ് 4000 rupees. ഈ 4000 rupees എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുപോകും, അവർക്ക് പേഴ്സണലി ഈ പൈസ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ അനന്യ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഇനി അങ്ങോട്ടുള്ള ഗുഡ്വില്ലിന്റെ ഷെയർ വാങ്ങാണ് ചെയ്യുന്നത്. സോ നൗ നെക്സ്റ്റ് ഈ ഗുഡ്വിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അനന്യാസ് ക്യാപിറ്റൽ വിൽ ബി ഗോയിങ് ഡയറക്ട്ലി ടു ക്യാപിറ്റൽ. അത് ഇനി അവിടെ റീറ്റെയിൻഡ് അല്ലെങ്കിൽ ബിസിനസിന്റെ കണ്ടിന്യൂയിങ്ങിൽ ആ ഒരു ക്യാപിറ്റൽ അവിടെ ഉണ്ടാവും. വി ഹാവ് ടു ഡീൽ വിത്ത് ദ ഗുഡ്വിൽ നൗ. സോ ആ എൻട്രി എന്ന് വെച്ചാൽ ഗുഡ്വിൽ ഡെറ്റർ, ഗുഡ്വിൽ ഇപ്പൊ ഈ വന്നിട്ടുള്ള ഗുഡ്വില്ലിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഗുഡ്വിൽ ഡെറ്റർ 4000 ടു അഭിനവ്. അഭിനവിന് അവരുടെ ഷെയറിംഗ് റേഷ്യോ ഇവിടെ ഉണ്ട് 5:3 ആണ്. ഓക്കെ, അപ്പൊ ഈ 4000ന്റെ 5 പോർഷൻ, ടോട്ടൽ 8 പോർഷൻ, 5:3 പറഞ്ഞ 8 പോർഷൻസ് ഉണ്ട്. അതിൽ 5 പോർഷൻ ഇയാൾക്ക് കിട്ടണം. സോ ദാറ്റ് ഈസ് 2500 rupees അഭിനവിന് കിട്ടുന്നു. ടു ആദർശ്, ആദർശിന് 1500 rupees കിട്ടും. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഇതിനെ ഡീൽ ചെയ്തു. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്, സോ ജേണൽ എൻട്രീസ് ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അനന്യാസ് ക്യാപിറ്റൽ ടു ഗുഡ്വിൽ, capital and goodwill brought in by Ananya. Then goodwill account debtor to Abhinav 2500, to others 1500. Goodwill transfer to all partners in the ratio 5:3. Okay, അപ്പോൾ ഇതിൽ ഓരോ എൻട്രിക്കും 2 മാർക്ക് വെച്ച് കിട്ടും. അപ്പോൾ അത് ക്ലിയർ, അതിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതോടെ നമുക്ക് ഈ എൻട്രീസ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. Then Amina, 14th question. Amina, Fida and Gayatri are partners, sharing profits and losses in the ratio of 5:3:2. Fida retires and her share was acquired by Amina and Gayatri in the ratio of 2:1. Calculate new ratio. അപ്പോൾ ഇവിടെ ഇത് റിട്ടയർമെന്റിന്റെ കേസാണ്. 3 പാർട്ട്നേഴ്സ് ആണുള്ളത്, അമീന, ഫിദ ആൻഡ് ഗായത്രി. സോ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ is 5:3:2. Fida retires from the firm and her share was acquired by Amina and Gayatri in the ratio of 2:1. So this is important. അപ്പൊ നമുക്ക് നോക്കാം അമീനയുടെ പുതിയ ഷെയർ അല്ലെങ്കിൽ അമീന എത്രത്തോളം അക്വയർ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം ആദ്യം. സോ ഹിയർ അമീന ഈസ് അക്വയറിംഗ് ഫണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അമീന അവരുടെ മുമ്പുണ്ടായിരുന്ന അമീന, ഫിദ, ഗായത്രി. ഓക്കെ, അമീന അക്വയർ ചെയ്യുന്ന ഫണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഫിദയുടെ മുമ്പുണ്ടായിരുന്ന ഷെയർ, ദാറ്റ് ഈസ് 3/10. 3/10 ആണ് ഫിദക്ക് മുമ്പുണ്ടായിരുന്നത്. അതായത് 5:3:2 3/10 ആണ് ഫിദയുടെ വാല്യൂ, ഫിദയുടെ ഷെയർ. അതിന്റെ 2/3 ഇതാ 2:1 ഇതിലാണ് അമീനയും ഗായത്രിയും ഷെയർ ചെയ്യുന്നത്. സോ 2/1 എന്ന് വെച്ചാൽ 2/3, 2:1 എന്ന് പറഞ്ഞാൽ 2/3 അമീനയ്ക്ക് കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് 6/30. അതായത് ഇത് അവർക്ക് പുതിയതായിട്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു ഗെയിനിങ് റേഷ്യോ എന്നുള്ള രീതിയിൽ നമ്മൾ 2:1 എടുക്കുമ്പോൾ 2/3 is given to അമീന ആൻഡ് ഫിദയുടെ മുമ്പുണ്ടായിരുന്നത് 3/10 ആണ്. സോ 3/10ന്റെ 2/3 അമീനയ്ക്ക് റിസീവ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 6/30. ഇനി ഈ 6/30യിലേക്ക് അവരുടെ ആദ്യത്തെ ഷെയർ നമ്മൾ ആഡ് ചെയ്തു. ഇതിപ്പോ ഫിദയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അമീനയുടെ പഴയത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 5:3:2 5/10 നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ 6/30 പ്ലസ് ഡിനോമിനേറ്റർ നമുക്ക് 30 ആക്കാൻ വേണ്ടിയിട്ട് 15/30 കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 21/30. ഇതാണ് അമീനയുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്ന് വെച്ചാൽ ഫിദയുടെ 3/10 നിന്ന് 2/3 അമീനയ്ക്ക് കിട്ടിയപ്പോൾ 6/30 അമീനയ്ക്ക് കിട്ടി.
അതിലേക്ക് അമീനയുടെ പഴയ 5/10 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിനെ 6/30 പ്ലസ് 15/30 ദാറ്റ് ഈസ് 21/30 കിട്ടുന്നു. ഇനി നമ്മൾ ഗായത്രിയുടേത് സിമിലർ ആയിട്ട് ചെയ്യും. ഗായത്രിക്ക് അഗെയിൻ ഫിദയുടെ 3/10ന്റെ 1/3 അവർക്ക് കിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 3/30. ഇവിടെ ചെയ്ത 6/30 കിട്ടിയ പോലെ ഇവിടെ 3/30. അപ്പോൾ ഇത്രയും കണ്ട് ഫിദയുടെ കയ്യിൽ നിന്ന് ഗായത്രിക്ക് കിട്ടിയതാണ്. Then this plus Gayatri's old ratio, that is 2/10. ഗായത്രിയുടെ മുമ്പ് ഉണ്ടായിരുന്നത് 2 ആണ്. ഈ രണ്ട് പോർഷൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ that will become 3/30 പ്ലസ് ഇതിനെ ഡിനോമിനേറ്റർ 30 ആക്കാൻ വേണ്ടിയിട്ട് 6/30 നമുക്ക് കൊടുക്കാം. That will become 9/30. ഓക്കെ, അപ്പോൾ പുതിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ 9/30. അപ്പൊ ഇവരുടെ രണ്ടാളുടേതും പുതിയ എന്ന് പറഞ്ഞാൽ 21/30 ഈസ് ടു 9/30. ദാറ്റ് ഈസ് 21:9. നമുക്ക് മൂന്ന് ഡിവിസിബിൾ ആണ്. സോ ഇറ്റ് വിൽ ബിക്കം 7:3. ഓക്കെ, അപ്പൊ ഇതാണ് പുതിയത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അമീനക്ക് ഈ 3/10 എന്ന് പറഞ്ഞാൽ ഫിദയുടേതാണ്. ഇവിടെയും 3/10 എന്ന് പറഞ്ഞാൽ ഫിദയുടേതാണ്. ഈ വാല്യൂ 2/3 and 1/3 ഇത് ഗെയിനിങ് റേഷ്യോ ആണ് ആക്ച്വലി. ഗെയിനിങ് റേഷ്യോ ഇനി നമ്മളൊന്ന് ആലോചിച്ചാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഫിദയുടെ ഇതിന്ന് അവരുടെ ഗെയിനിങ് റേഷ്യോയിൽ അവർക്ക് ഒരു വാല്യൂ കിട്ടുന്നു. അതിൽ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആഡ് ചെയ്യുന്നു. അങ്ങനെ അവർക്ക് അവരുടെ പുതിയ റേഷ്യോ കിട്ടുന്നു. രണ്ടാളും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ റേഷ്യോ ഈസ് 21:9 or 7:3. സോ ഇറ്റ് ഈസ് സോൾവ്ഡ്. ഇതിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അതിനെ കാണാം. 5:3. Fida retires and share is 3/10. Fida acquire Amina. Fida share acquired by Amina and Gayatri ratio 2:1. And Fida share acquired by Amina, that is 6/30. And here new share is 21/30. And in the case of Gayatri, that is 3/30. And new share is 9/30. So it is 21:9 or 7:3. Okay, so this is 4 mark in the question. So that problem is solved. Now we can move to the 15th. Here, Adityan, Tirtha are partners of Ashwini Traders in the ratio of 2:3. Their balance sheet as on 31/12/2019 stood as follows. This is the balance sheet ആണ് കാണിക്കുന്നത് 31/12/2019. Capital Adityan Tirtha 50/30 and creditors 20,000. ഇതുപോലെ അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, സ്റ്റോക്ക് ഇതിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. Prepare realization account on the assumption that the firm is dissolved on the above date by considering the following. അപ്പൊ ഇനി ഇത് നമ്മൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് 31/12/2019 ഡിസോൾവ് ചെയ്തിട്ട് അതിന്റെ അസംഷനിൽ നമ്മൾ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. സോ ഇവിടെ വന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സിൽ land and building realized 60,000, furniture sold 20,000, stock taken over by Adityan 15,000. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഇതിനെ ഈ അഡ്ജസ്റ്റ്മെന്റ്സിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ നോക്കാം. ആദ്യം റിയലൈസേഷൻ അറിയാം. Realization account. So ഇവിടെ ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ ക്രെഡിറ്റ് സൈഡ്. സോ ഫസ്റ്റ് നമ്മൾ ഈ അസറ്റുകളെല്ലാം കൺസിഡർ ചെയ്യാം. അസറ്റുകളെല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ നമുക്കറിയാം 40,000. സോ ഇറ്റ് ഈസ് 40,000. Then furniture, $20,000. Then stock 40,000. Then ഇവിടെ creditors in the value
നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ ക്രെഡിറ്റേഴ്സ് 20,000. ഇനി ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ 20,000 നമ്മൾ ക്യാഷ് കൊടുത്ത് ഒഴിവാക്കാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വേറെ പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. സോ എനിവേ വി ഹാവ് ടു റിയലൈസേഷന്റെ സമയത്ത് നമ്മൾ അതിനെ കൊടുത്ത് ഒഴിവാക്കേണ്ടതുണ്ട്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇവിടെ ക്യാഷ് കൊടുത്തു ക്രെഡിറ്റേഴ്സിന്റെ നമ്മൾ 20,000 കൊടുത്ത് തീർത്തു. ഓക്കെ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിയലൈസ്ഡ് ഫോർ 60,000. അപ്പോൾ 40,000 രൂപയുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ വെക്കുന്നത് 60,000 ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 60,000 നമുക്ക് വിറ്റുപോയി. ദെൻ ഫേർണിച്ചർ 20,000. അവിടെ നമുക്ക് വിറ്റ് പോകുന്നത് 20,000. സോ ഫേർണിച്ചർ 20,000. ദെൻ ഇവിടെ സ്റ്റോക്ക് 40,000 വാല്യൂ ഉള്ള സ്റ്റോക്ക് ഉണ്ട്. ബട്ട് ഹിയർ സ്റ്റോക്ക് ടേക്കൺ ഓവർ ബൈ ആദിത്യൻ ഫോർ 15,000. അപ്പോൾ നമ്മൾ 25,000 നഷ്ടത്തിൽ ആദിത്യന് അത് കൊടുക്കുകയാണ്. അപ്പം ആദിത്യൻസ് ക്യാപിറ്റലിലേക്ക് നമ്മൾ 15,000 കൊടുക്കും. ഇവിടെ സ്റ്റോക്കിന്റെ വാല്യൂ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണം രണ്ട് സൈഡിലും. അസറ്റ്സ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1,20,000 കിട്ടുന്നുണ്ട്. അതാണ് ബിഗർ വാല്യൂ. സോ 1,20,000 ഇതിനെ ബാലൻസ് ചെയ്യാം. സോ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ കുറവും ഡെബിറ്റ് സൈഡിൽ കൂടുതലുമാണ്. അതിന്റെ അർത്ഥം നമുക്ക് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഈ നഷ്ടം ഇവരുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആദിത്യൻസ് ക്യാപിറ്റൽ അയാളിലേക്ക് 5,000 നഷ്ടമുള്ളത്. സോ ഇവര് ഷെയർ ചെയ്യുന്നത് 3:2 അല്ലേ? സോറി 2:3 ഷെയർ ചെയ്യുന്നത്. സോ ആദിത്യൻ വിൽ ബി ഗെറ്റിംഗ് 2,000 and തീർത്ഥ will be getting 3,000. So total 5,000. നമുക്ക് ബിസിനസ്സിൽ ഈ റിയലൈസേഷൻ ലോസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണിക്കാനുള്ളത്. സോ അസറ്റ്സിനെ എല്ലാം നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ദെൻ ക്യാഷ്, ക്രെഡിറ്റേഴ്സ്, അതുപോലെ ക്രെഡിറ്റേഴ്സിനെ ലയബിലിറ്റി ഈ സൈഡിൽ കാണിക്കുന്നു. ദെൻ ലയബിലിറ്റീസ് കൊടുത്തൊഴിവാക്കിയതിനെ ക്യാഷ് പുറത്തേക്ക് പോകുന്നു. സോ ദാറ്റ് ഈസ് ഷോൺ ഹിയർ. ദെൻ ക്യാഷ് അകത്തേക്ക് പോകുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെയും ഫേർണിച്ചറിന്റെയും ക്യാപിറ്റലിന്റെ എല്ലാം സെയിൽസിൽ നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ആൻഡ് അതിന്റെ ബാലൻസ് ഇവിടെയാണ് കൂടുതലുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആവുമായിരുന്നു. എനിവേ ഹിയർ ഇറ്റ് ഇസ് ലോസ് ആൻഡ് ഇറ്റ് ഇസ് ഷെയർഡ് ബൈ ആദിത്യ ആൻഡ് തീർത്ഥ ദ പാർട്ട്നേഴ്സ്. അങ്ങനെ അതിവിടെ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത്രയാണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹിയർ വി ക്യാൻ സി സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫേർണിച്ചർ, സ്റ്റോക്ക്, ദെൻ ക്യാഷ്, then again cash came. ഇവിടെ ആദിത്യന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. Then partners capital realization, that is 2,000 and 3,000. Total loss is 5,000. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ. ഇനി പാർട്ട് 5. Questions from 16 to 20 each carries 5 scores. ഇവിടെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഇവിടെ ഉള്ളത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 മാർക്കിന്റെ. അപ്പോൾ 25 മാർക്ക് ഈ ഒരു സെക്ഷനിൽ സ്കോർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കാം. 16. As per receipts and payment account for the year ended on 31st March 2019, the subscriptions received were 50,000. Additional information given is as follows. അപ്പോൾ 50,000 ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. Subscriptions outstanding on 1/4/2018, 5,000. Subscription outstanding on 31/3/2019, 3,000. Subscription received in advance as on 1/4/2018, 2,000. Subscriptions received in advance as on 31/3/2019, 4,000. Calculate the amount of subscriptions for the year 2018-19 to be credited to the income and expenditure account. അപ്പോൾ നമുക്കറിയാം ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻസ്, അതിന്റെ മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻസ്.
ഇവിടെ മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് 50,000 കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ച് ഇൻഫർമേഷനും കൂടി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് സബ്സ്ക്രിപ്ഷന്റെ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. സോ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ 50,000 സബ്സ്ക്രിപ്ഷൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത, പ്രീവിയസ് ഇയറിൻ്റെതും കറണ്ട് ഇയറിൻ്റെതും കമ്മിങ് ഇയറിൻ്റെതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് ഇയറിൻ്റെത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം, 50,000 റിസീവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെയുള്ള അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2018, അതായത് 1/4/2018 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 5,000 റിസീവ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പോ March 31, 2019 എൻഡ് ചെയ്യുന്ന പീരീഡ് ആണ്. ഇത് ഈ ഒരു പീരീഡിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ്. ഈ സ്റ്റാർട്ടിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2018 എന്ന് പറഞ്ഞാൽ പഴയ പീരീഡിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന 5,000 റുപ്പീസ് ആണിത്. അപ്പോൾ ഈ 5,000 റുപ്പീസ് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടതുണ്ട്, ലെസ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2019 എന്ന് വെച്ചാൽ ഈ പീരീഡ് എൻഡ് ചെയ്യുന്ന പോയിന്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 3,000 ഉണ്ട്. ഇതിനെ നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വാല്യൂവിലേക്ക് ആഡ് ചെയ്യണം. ദെൻ സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസസ് ആസ് ഓൺ 1/4/2018 എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം അടുത്ത പീരീഡിലേക്കായിട്ട് റിസീവ് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ 2,000 ആണ്. എന്ന് വെച്ചാൽ 1/4/2018 എന്ന് വെച്ചാൽ ഈ പീരീഡ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളത്, അത് നെക്സ്റ്റ് പീരീഡിലേക്ക് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളത് 2,000 രൂപയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പീരീഡ് എൻഡ് ചെയ്യുന്ന പീരീഡിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ആയിട്ട് 2,000 ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ 2,000 റിസീവ് ചെയ്തത് കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷത്തെ ബാധിക്കുന്നതാണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31/3/2019 ഈ ഒരു പോയിന്റിൽ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയറിലേക്ക് ബാധിക്കുന്ന ഒരു റെസീറ്റ് ആണ്. അത് 4,000 ഉണ്ട്. അപ്പൊ അത് ഈ ഒരു ഗ്രൂപ്പിന് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് കൂടി നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ വാല്യൂയിലേക്ക് കൺസിഡർ ചെയ്താൽ ഈ വർഷം നമ്മൾ എത്ര ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് കണക്കാക്കേണ്ട സബ്സ്ക്രിപ്ഷൻ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് 50,000, ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂസ് ഉണ്ട്. നമ്മളിവിടെ കണ്ടു ആഡ്. ഫസ്റ്റ് വൺ, സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2019. സോ outstanding on 31/3/2019, that is 3,000 rupees. ഇനി അതുപോലെ ഇവിടെ ആഡ് ചെയ്യേണ്ട വേറെ വാല്യൂ ഉണ്ട്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഓൺ ദാറ്റ് ഈസ് 2,000. അഡ്വാൻസ്ഡ് ആസ് ഓൺ 1/4/2018, അത് 2,000 rupees. ഇത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ അതൊരു 55,000 ആവും. ഇനി ഇതിൽ നിന്ന് ലെസ് ചെയ്യേണ്ട വാല്യൂസ് ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2018, 1/4/2018, that is 5,000. Then again received in advance 31/3/2019, ഇത് 4,000. So 55 ഇത് കുറച്ചാൽ 46,000. 55 minus 5, 50 minus 4, 46. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വാല്യൂ, 46,000. ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. 50,000, ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് 30,000, ഈ ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ അഡ്വാൻസ് 1/4/2018 2,000. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2018 ഇത് കുറയ്ക്കേണ്ടതാണ് 5,000. ആൻഡ് അഡ്വാൻസ് ഓൺ ദ എൻഡ് ഓഫ് ദ പീരീഡ്, ദാറ്റ് ഈസ് 4,000. സോ ഇതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 46,000. ഇതിന് നമുക്ക് കിട്ടാൻ പോകുന്നത് 5 മാർക്സ് ആണ്. The next one is briefly explain the steps in the preparation of receipt and payment account. Receipt and payment account എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു
ഒരു തരം സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഓപ്പണിംഗ് ബാലൻസ് നോക്കാം. ഇപ്പൊ ഇത് സാധാരണ റെസിപ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെതാണ്. അപ്പോൾ ക്യാഷും ക്യാഷ് അറ്റ് ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എടുക്കുന്നു, അതിന് ഡെബിറ്റ് സൈഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇനി നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളതെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ അത് കാണിക്കും. എന്ന് വെച്ചാൽ കഴിഞ്ഞ പീരീഡിൽ നമുക്ക് ക്യാഷ് ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി അതെല്ലാം ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതിവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. സെക്കൻഡ്, ഷോ ഓൾ ടോട്ടൽ അമൗണ്ട്സ് ഓഫ് ഓൾ റെസീറ്റ്സ് ആൻഡ് on its debit side irrespective of their nature, whether capital or revenue. എന്ന് വെച്ചാൽ എല്ലാ എമൗണ്ടും എല്ലാ ട്രാൻസാക്ഷനും ക്യാഷ് റിലേറ്റഡ് ആണെങ്കിൽ അതിവിടെ അതിന്റെ റെസീറ്റ്സ് എല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അത് ക്യാപിറ്റൽ റെസീറ്റ് ആണോ റവന്യൂ റെസീറ്റ് ആണോ നോക്കണ്ട, അങ്ങനെ കാണിക്കാം. അത് ഈ പീരീഡിൻ്റെതാണോ മുമ്പത്തെ പീരീഡ് ആണോ വരാനുള്ള പീരീഡ് ആണോ എന്ന വിഷയമല്ല. ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ദെൻ സിമിലർലി ഷോ ഓൾ ടോട്ടൽ അമൗണ്ട്സ് ഓഫ് ഓൾ പേയ്മെന്റ്സിനെ എല്ലാം ക്രെഡിറ്റ് സൈഡിലും കാണിക്കുക. ഇതേ റൂള് എന്ന് വെച്ചാൽ എന്താണെന്നോ എന്നേക്കുള്ളതാണോ എന്ന് നോക്കാതെ എല്ലാ പേയ്മെന്റിനെയും നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് അതിനെ കാണിക്കാം. ദെൻ നാലാമത്തത്, നൺ ഓഫ് ദ റിസീവബിൾ ഇൻകം ആൻഡ് പേയബിൾ എക്സ്പെൻസ് ഇസ് ടു ബി എൻറ്റേർഡ്. എന്ന് വെച്ചാൽ ഈ വർഷം കൊടുക്കേണ്ടതാണ് പക്ഷെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ വർഷം കിട്ടേണ്ടതാണ് പക്ഷെ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളതൊന്നും നമ്മൾ കാണിക്കേണ്ടതാണ്. അക്രുവൽ ബേസിസിലല്ല, ആക്ച്വൽ ബേസിസിലാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ ക്യാഷ് ഫ്ലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ എൻ്റർ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഇനി നമ്മൾ ഈ രണ്ട് സൈഡും നമ്മൾ ആഡ് ചെയ്യുന്നു, അതിന്റെ ബാലൻസ് നോക്കുന്നു, അതിന്റെ ഡിഫറൻസ് നോക്കുന്നു. ആൻഡ് എൻ്റർ ദ സെയിം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ആസ് ദ ക്ലോസിംഗ് ബാലൻസ് ആസ് ക്യാഷ് ഓർ ബാങ്ക്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൈഡ് ആണ് ഇനി കൂടുതൽ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കൂടുതൽ പേയ്മെന്റ് ആണ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കണം ഡെബിറ്റ് സൈഡിൽ. ഇനി ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ റെസീറ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആയിട്ട് നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കാണിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കൊടുക്കണം, പിന്നെ എല്ലാ റെസീറ്റ്സിനെയും നമ്മൾ ഡെബിറ്റ് സൈഡിൽ, എല്ലാ പേയ്മെന്റ്സിനെയും ക്രെഡിറ്റ് സൈഡിൽ, എന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡിൽ നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കാനുള്ളത് അക്രുവൽ ബേസിസിലല്ല, ആക്ച്വൽ ബേസിസിലാണ്. എന്നിട്ട് ബാക്കിയുള്ളതിനെ അതിന്റെ രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ അപ്പൊ നമ്മൾ ക്യാഷിന്റെ ബാലൻസ് നമ്മൾ കാണിക്കുന്നു, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ അത് ബാലൻസ് ചെയ്യും. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ 17th ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം 18th one. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫ്രോം ദ ഫോളോയിങ്. ഇവിടെ നമ്മൾ മന്തും ഇയറും തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് തന്നിട്ടുള്ള ഓരോ എമൗണ്ടും എത്രയാണ് ഡ്രോയിങ്സ് നടത്തിയിട്ടുള്ളത് അതിന്റെ ബേസിൽ, അതുപോലെ ഇതിന്റെ ഇൻട്രസ്റ്റ് അതിന്റെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വായിക്കാം. മന്ത് ആൻഡ് ഇയർ: January 1, 2018 12,000, February 28, 2018 6,000, April 1, 2018 8,000, August 1, 2018 6,000, November 30 4,000, December 31 2,000. Accounting year closes on December 31st every year and interest on drawings charged at 6% per annum. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ 6% ആണ്. നമുക്ക് ഓരോ എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡിൽ ഇതിനെ സോൾവ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മളിവിടെ ഡേറ്റ്, then amount, then period, then product. The first one is January 1. January 1 വരെ 12,000 ആണ് എടുത്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഡിസംബർ 31st വരെ എന്ന് പറഞ്ഞാൽ 12 months അതിന്റെ ഡെറ്റ് നമ്മളെ കയ്യിലുണ്ടാവും. സോ ഇതിന്റെ പ്രോഡക്റ്റ് 12,000 into 12, that is 1,44,000 ഇത്രയുണ്ടാവും. ദെൻ ഫെബ്രുവരി 28 ഇതിൽ നമ്മൾ 6,000 ആണ് ഡ്രോയിങ്സ് വന്നിട്ടുള്ളത്. ഈ ഫെബ്രുവരി 20th ആണ്. അപ്പോൾ ഫെബ്രുവരി വരില്ല, മാർച്ച് മുതലേ വരുള്ളൂ, അതുകൊണ്ട് 10 മാസം. സോ ദ ടോട്ടൽ വാല്യൂ ഈസ് 60,000. ദെൻ ഏപ്രിൽ
ഏപ്രിലുള്ള വിഡ്രോവൽ April 1, that is 8,000. ഇത് 9 മാസത്തേക്ക്, so that is 72,000. Then ഓഗസ്റ്റിൽ, ഇനി ഏപ്രിൽ കഴിഞ്ഞ് ഓഗസ്റ്റിൽ ഒരു വിഡ്രോവൽ. നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. ഓഗസ്റ്റിൽ 6,000. അപ്പോൾ 5 മാസം, ഓഗസ്റ്റ് 1, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 5 മാസത്തേക്കാണ് അതെടുത്തിട്ടുള്ളത്. So that is 30,000. Then നവംബറിന് എടുക്കുന്നത് 4,000. That is ഒരു മാസത്തേക്കാണ് നവംബറിൽ എടുക്കുന്നത്. നവംബർ 1. അത് ഡേറ്റ് എത്രയാണ്? സോറി, നവംബർ 30th. നവംബർ 30 എന്ന് പറഞ്ഞാൽ പിന്നെ ഡിസംബർ ഒരൊറ്റ മാസമേ ഉള്ളൂ. Then it is 4,000 rupees. 4,000 into 1, that is 4,000. Then December 31 എന്ന് എടുക്കുന്നുണ്ട്. December 31 അത് 2,000 ആണ്. പക്ഷെ അതിന് ഒരു മാസവും ഇല്ല, കാരണം December 31 നെക്സ്റ്റ് പീരീഡിലേക്ക് വരും. സോ ഇറ്റ് ബിക്കം 0. നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ നോക്കണം. ഇവിടെ തന്നിട്ടുണ്ട് 6% ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. That is equal to, ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 3,10,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഈസ് 3,10,000 into 6/100 into 1/12. ഇതൊരു മാസത്തേക്കുള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് 2. സോ 3,100 divided by 2, that is 1,550. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത്. 6% നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ 1,550 ആണ് ഇവിടെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതിവിടെ നമുക്ക് ഒന്നുകൂടി കാണാം. സി, പീരീഡ് ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് എൻഡ് പീരീഡ് പറഞ്ഞാൽ 31st December ആണ്. അപ്പൊ അതുവരെ ഉള്ള മന്ത് എത്രയുണ്ടോ അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നു. ലാസ്റ്റ് the total value into 6% into 1/12, that is 1550. Now problem 19. The profits of 5 years of a firm are as follows. 2013 12,000, 14 18, 17 14 24. Calculate goodwill of the firm on the basis of 3 years purchase. 3 years purchase of 5 years average profits. അപ്പോൾ 5 yearsന്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ ആവറേജ് നമ്മൾ എടുക്കുന്നു ആൻഡ് ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ബൈ 3. അതാണ് നമുക്ക് ഗുഡ് വിൽ. അപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ 12,000, ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2013 12,000 പ്ലസ് 18,000 പ്ലസ് 17,000 പ്ലസ് 14,000 plus 24,000. This is equal to 30, 47, 61, 85. 85,000. ഇപ്പോൾ 85,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 85,000 divided by 5. That is equal to 17,000. 17,000 ആണ് ഇവിടെയുള്ള ആവറേജ് പ്രോഫിറ്റ്. ഇപ്പൊ നമ്മുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത് 3 years purchase എന്ന് വെച്ചാൽ 17,000 into 3, that is equal to 51,000. ഇതാണ് ഈ ഫേമിന്റെ ഗുഡ് വില്ലിന്റെ വാല്യൂ. ഓക്കെ, സോ നമ്മളോട് 3 years purchase of 5 years average profit. 5 years average profit എന്ന് പറഞ്ഞാൽ 17,000 ആണ്. ടോട്ടൽ ഡിവൈഡ് ബൈ 5. അതിന്റെ 3 years purchase എന്ന് പറഞ്ഞാൽ into 3, that is 51,000. So it is sold. Now, what are the different modes of reconstitution of a partnership firm? Briefly explain. അപ്പോൾ ഇത് നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം ഓരോരോ റീകോൺസ്റ്റിറ്റ്യൂഷന്റെയും സിറ്റുവേഷൻസ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരികയാണെങ്കിൽ അതെന്താണ് എന്നുള്ളത് നമ്മൾ പറയണം. എക്സിസ്റ്റിംഗ് റേഷ്യോയിൽ ചിലപ്പോൾ ചില പാർട്ട്നേഴ്സിന് ഹാപ്പി ആയിരിക്കില്ല, അപ്പോൾ അവർ മാറ്റാനുള്ള
സിറ്റുവേഷൻ വരും. അപ്പോൾ ചില ആൾക്കാർക്ക് കൂടാനും ചില ആൾക്കാർക്ക് കുറയാനൊക്കെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു റീകൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമായിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പുതിയ പാർട്ട്ണർ വന്നാൽ അവിടെ റീകൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. ദെൻ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ പോവുകയാണെങ്കിൽ, ഒരാൾ നിർത്തി പോവുകയാണെങ്കിൽ ആ സമയത്ത് അപ്പോൾ ആ കാര്യങ്ങൾ. ദെൻ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ മരിച്ചു പോവുകയാണെങ്കിൽ അവിടെയും ഒരു റീകൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യം ഉണ്ടാവും. അതുപോലെ അമാൽഗമേഷൻ ഓഫ് ടു ഫേംസ്, ഇനിയിപ്പോൾ 2 പാർട്ണർഷിപ്പ് ഫേംസ് മേർജ് ചെയ്യാൻ വിചാരിക്കാം, ഒന്നാക്കി അവർ ബിസിനസ് റൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, then in that case it is called amalgamation of two firms. അപ്പോൾ ഇവിടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിരിക്കും, പുതിയ ഒരുപാട് അഗ്രിമെന്റ്സും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം മാറുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള 5 സിറ്റുവേഷൻസ് നമുക്ക് റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേമിന്റെ റീസൺസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഓരോ മെത്തേഡ്സ്. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബ്രീഫ് എക്സ്പ്ലനേഷൻ മതി, ആവശ്യമില്ലാതെ നിങ്ങൾ അടിച്ച് ഇങ്ങനെ ഈ പോയിന്റ്സ് അങ്ങനെ കയറ്റി വിടേണ്ട കാര്യമില്ല, ആവശ്യത്തിനുള്ള explanation മാത്രം കൊടുക്കുക. Okay, so that is the 20th one. Then question number 21. ഇത് കുറച്ച് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് നോക്കാം അതിന്റെ സിറ്റുവേഷൻ. Prepare the receipts and payments account of Mega Charitable Trust for the year ending 31 March 2019 based on the following information. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ്. അപ്പൊ ഇത് യൂഷ്വലി ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് അതേപടി നമ്മളങ്ങ് പകർത്തുക എന്നുള്ള പണിയുള്ളൂ. അത് എവിടെയാണ് പകർത്തേണ്ടത് എന്നുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതിൽ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും. അപ്പൊ ഈ ക്രെഡിറ്റ് സൈഡിലേക്കും ഡെബിറ്റ് സൈഡിലേക്കും നമ്മൾ ഈ വാല്യൂസിനെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിൽ നമ്മുടെ റെസീറ്റ്സ് ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് സൈഡുകളാണ് ഉണ്ടാവുക. അപ്പം ലെഫ്റ്റ് സൈഡിൽ റെസീറ്റും റൈറ്റ് സൈഡിൽ പേയ്മെന്റ്സും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇത്രയും വാല്യൂസ് ഉണ്ട്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 2000, then opening bank balance 14,400, then subscriptions ഇത്രയും വാല്യൂസ് subscriptions, then rent paid, sports materials purchased, sale of refreshments, entrance fee received, sale of old newspapers, purchase of refreshments, expenses for maintenance of playground, salary paid, donations for building received, tournament expenses paid, furniture purchased paid, then office expenses paid, then closing cash in hand. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മളൊരു റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെസിറ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇവിടെ റെസീറ്റ് സൈഡ് ലെഫ്റ്റില് amount, then payment amount. then നമുക്ക് ആദ്യം നോക്കാം റെസീറ്റ് സൈഡിൽ ഫസ്റ്റ് ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ട് 2000 rupees. അതുപോലെ ബാങ്ക്, ഇത് ക്യാഷ് ആണ്, ബാങ്ക് 14,400. ഇനി സബ്സ്ക്രിപ്ഷൻസ്, റെസിപ്റ്റ് ആണ്, സബ്സ്ക്രിപ്ഷൻസ് 1,000, 15,200 and 1,800. ഈ 3 വാല്യൂസ് നമ്മൾ റെസിപ്റ്റിൽ കാണിക്കണം. സോ ഇറ്റ് ഈസ് 16,200, 17,200, 18,000. ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 18,000 rupees. Then rent paid. ഇവിടെ rent amount is 6,000. Then sports materials purchased. 9,600. Then sale of refreshments, അത് income ആണ്, so something received. Then sale of refreshments, that is 2,000.
Then entrance fee received, again receipt. Entrance fee 2000. Then purchase of sale of newspapers. That is again paya newspapers receipt. Sale of newspapers again 2400. Then purchase of refreshments. Refreshments purchase in 1200. Then expenses, maintenance expenses for playground. Okay. Maintenance for playground 4000. Then salary paid, that is 5000. Donation for building 9200. The receipt. Then tournament expenses 4800. Furniture purchased. Furniture purchase is 3000. Then office expenses. Office expenses 2400. Then closing balance. Cash 800. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് എൻട്രി ചെയ്യേണ്ട പണിയുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ടോട്ടൽ നമുക്ക് നോക്കാം. അപ്പൊ എന്നിട്ട് ഏത് സൈഡിലാണ് കൂടുതലുള്ളത് കുറവുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ ഈ സൈഡ് 50,000. അപ്പൊ അത് ടോട്ടൽ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഈ പേയ്മെന്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കിട്ടിയത് 36,800 ആണ്. 36,800. അപ്പോൾ 50,000 ഇവിടെ പേയ്മെന്റ് സൈഡ് റെസിപ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നു. എന്നാൽ പേയ്മെന്റ് സൈഡിൽ 36,800 ആണ്. അതിന്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ 50,000 അത് നമ്മൾ കുറക്കുമ്പോൾ ബാലൻസ് 13,200. Okay, so that balance is brought down here. 13,200. ഇവിടെ ബാങ്ക് എന്നുള്ള പേരിൽ നമ്മൾ 13,200 നമ്മളിവിടെ കാണിക്കും. സോ ഇങ്ങനെയാണ് ഇത്രയും ഇൻഫർമേഷൻ. അപ്പോൾ തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കി അതിന്റെ ബാലൻസ് എത്രയാണെന്ന് കണ്ടു. അത് ഡെബിറ്റ് സൈഡിൽ കൂടുതലാണ് അല്ലെങ്കിൽ റെസിറ്റ് സൈഡിൽ കൂടുതലാണ്. അപ്പൊ അത്രയും എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ താഴെ ബാലൻസിന്റെ വാല്യൂ ആയിട്ട് 13,200 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യമാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. 2000 ബാങ്ക് സബ്സ്ക്രിപ്ഷൻസ്, റിഫ്രഷ്മെന്റ്, എൻട്രൻസ് ഫീ, ന്യൂസ് പേപ്പേഴ്സ്, ഡൊണേഷൻ. ഇത്രയും റവന്യൂ അല്ലെങ്കിൽ റെസിറ്റ്, ഇനി പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ വാല്യൂസ് നമ്മൾ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ബാലൻസ് 13,200. അപ്പം ഇത് ഓരോ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ഐറ്റത്തിനും ഒരു അര മാർക്ക് വെച്ച് അവർ തരും ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ ഈ 13,200 കിട്ടിയിട്ടില്ലെങ്കിലും അവർ ഫുള്ളായിട്ട് മാർക്ക് കുറക്കൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പോയിന്റിലും എത്രത്തോളം ശരിയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ 21st ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് വൺ, അത് നോക്കാം. Abhirami and Diana are partners in a firm sharing profits and losses equally. Their balance sheet as on 31st December 2018 were as follows. ഇപ്പൊ നമ്മൾ അഭിരാമി ആൻഡ് ഡയാന ആണ്, ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 12, ബിൽ പേബിൾ 6, ക്യാപിറ്റൽ അഭിരാമി 38, ഡയാന 48,000. സോ ടോട്ടൽ 96,000. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 10,000, ഡെറ്റേഴ്സ് 24,000, furniture 32,000, land and building 28,000, profit and loss account 20,000. Then total value is 96,000. They decided to admit Manju as a partner on that date for a 1/4 share profit, and the following were agreed upon. ഇനി പുതിയ ഒരാളെ 1/4 ഷെയറിന് ഇൻക്ലൂഡ് ചെയ്തു.
അവിടെ ബാക്കിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്. Manju contributed 20,000 as capital and 10,000 as share of goodwill. Furniture is valued at 28,000. Land and building fund appreciated by 10%. Provision of 5% on debtors were created for bad debts. Prepare revaluation account and capital account of the firm after admission. ഇവിടെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടും അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്ത് നമ്മുടെ കയ്യിലുള്ള അസറ്റിന്റെയും ലയബിലിറ്റിന്റെയും വാല്യൂ ഒന്നുകൂടി നോക്കി അതിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ നോക്കിയിട്ട് അത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ പുതിയ പാർട്ട്ണർ വെച്ചിട്ട് നമ്മൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട്. Revaluation account. First, debit side. This debit side, this credit side. So, furniture, I mean, particulars and columns. Particulars, amount. Again, particular. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ട സിറ്റുവേഷൻ ഫർണിച്ചർ ഈസ് വാല്യൂഡ് അറ്റ് 28,000. ഫർണിച്ചറിന്റെ മുമ്പത്തെ ബാലൻസ് ഷീറ്റിൽ 32,000 ഉണ്ടായിരുന്നു സി ദ അസറ്റ് സൈഡ്. ഇപ്പൊ അത് 28,000 ആയെന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. സോ റീവാലുവേഷൻ അക്കൗണ്ടിൽ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഫർണിച്ചറിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് എമൗണ്ട് ഈസ് ഡെബിറ്റഡ് ബൈ 4,000 rupees. 4,000 രൂപ കുറഞ്ഞതായിട്ട് നമ്മൾ കാണിക്കും. ദെൻ ഡെറ്റേഴ്സ് 24,000 ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നമ്മളൊരു പ്രൊവിഷൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 5% ഓൺ ക്രെഡിറ്റേഴ്സ്, സോറി ഓൺ ഡെറ്റേഴ്സ്. ദാറ്റ് ഈസ് 24,000 2,400 rupees. 5% എന്ന് പറഞ്ഞാൽ provision for doubtful debts, that is 5%, that is 1,200. Then the other case, land and building is appreciated by 10%. But land and building in the value 28,000, so 2,800 out of കൂടിയിട്ടുണ്ട്. So land and building 2,800. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിപ്പോ റീവാലുവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വാല്യൂസ് ഇതൊക്കെയായിരുന്നു. ഇതിന്റെ ടോട്ടൽ നമുക്ക് നോക്കാം. ഈ സൈഡിൽ 5,200, ഇവിടെ 2,800 ആണ്. എന്ന് വെച്ചാൽ ഒരു 2,400ന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട് അല്ലെ. ഈ 2,400 ആക്ച്വലി ഇവർക്ക് റീവാലുവേഷൻ ലോസ് ആണ്. അപ്പോൾ റീവാലുവേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ 2,400 അത് രണ്ട് പാർട്ട്നേഴ്സും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു. സോ അഭിരാമി 1,200, ഡയാന 1,200. അപ്പോൾ ഈ റീവാലുവേഷൻ അക്കൗണ്ടിലൂടെ രണ്ടാളിലേക്കും 1,200 വെച്ചിട്ട് അതിന്റെ ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അതിൽ നിന്ന് അഭിരാമിക്കും ഡയാനക്കുമുള്ള റീവാലുവേഷൻ ലോസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അത് ഒന്ന് നോക്കാം. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഹിയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ഇവിടെ രണ്ടാൾക്കുള്ള കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കേസിൽ മൂന്നാൾക്കുള്ള കോളം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അഭിരാമി, ഡയാന ആൻഡ് മഞ്ജു. സോ ഇവിടെ ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ട്, ഇവിടെ ഡെബിറ്റ് സൈഡ് ഉണ്ട്. ദെൻ അഗൈൻ പെർട്ടിക്കുലേഴ്സ് അഭിരാമി, ഡയാന ആൻഡ് മഞ്ജു. Again particulars Abhirami, Diana and Manju. അപ്പൊ ഇങ്ങനെയാണ് ഇതിലുള്ളത്.
ഇതിന്റെ വാല്യൂസ് നമുക്ക് ഇനി എടുക്കാൻ നോക്കാം. ഓരോ ഐറ്റംസ് എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ റീവാലുവേഷൻ ലോസ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ റീവാലുവേഷന്റെ ലോസ് നമ്മൾ കൊടുക്കണം. അഭിരാമിക്ക് 1200, ഡയാനക്ക് 1200, മഞ്ജുവിന് അതില്ല. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന നഷ്ടം 2000 രൂപയാണ്. അസറ്റ് സൈഡിൽ നമ്മൾ കണ്ടില്ല 2000. അപ്പൊ അത് ഇവിടെ നമ്മൾ തീർക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1000 ഫോർ അഭിരാമിയാണ്, 1000 ഫോർ ഡയാന, മഞ്ജുവിന് അവിടെ ഇല്ല. ദെൻ ഓൺ ദ അതർ സൈഡ് ബാലൻസ് നമുക്കറിയാം ഓരോരുത്തരുടെയും അഭിരാമി 38,000ഉം ദ അതർ വൺ 40,000. 38,000 and 40,000. ഇവിടെ ബാലൻസ് ആയിട്ടല്ല, മറിച്ച് അഭിരാമിക്ക് പുതിയ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാണ് ചെയ്തത്. ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നത് 20,000 ക്യാപിറ്റലിലേക്ക് വരുന്നത്. അഗെയിൻ ഷീ ഈസ് ബ്രിങ്ങിങ് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗുഡ്വില്ലിലേക്കുള്ള ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈക്വൽ ആയിട്ട് 10,000 റുപ്പീസ് ഗുഡ്വില്ലിലേക്ക് കൊണ്ടുവന്നത് ഈക്വൽ ആയിട്ട് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂസ് നമുക്ക് നോക്കാം. 20,000 ഫോർ അഭിരാമി, then 45,000 for Diana and 43,000 for Abhirami. Manju 20, Diana 45 and Abhirami 43. അപ്പോൾ അത് നമ്മളിവിടെ താഴെ കാണിക്കുന്നു. 43,000, 45,000 and 20,000. ഇതിന്റെ ബാലൻസ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്യണം. ഈ ഡിഫറൻസ് കൂടി നമ്മൾ എടുക്കുമ്പോൾ it will become 40,800. ഇവിടെ വന്നിട്ട് 42,800 and this will become 20,000. സോ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് റീവാലുവേഷൻ നമ്മൾ കണ്ടെത്തി. ആ റീവാലുവേഷന്റെ ലോസ് കൂടെ കൺസിഡർ ചെയ്തു. ഓൾറെഡി ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടെ കൺസിഡർ ചെയ്തു. അതുപോലെ ഗുഡ്വില് നമ്മൾ ഇവരിലേക്ക് കൊടുത്തു. അതുപോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മളോട് കൺസിഡർ ചെയ്തു. മഞ്ജു കൊണ്ടുവന്ന 20,000 capital consider. So in this way, the capital or the balance to be carried down is 40,800, 42,800 and 20,000. അപ്പോൾ അടുത്ത ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് ഈ ബാലൻസ് ഷീറ്റിന്റെ വാല്യൂസ് ആണ്, ഈ ക്യാപിറ്റൽ വാല്യൂസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇവരുടെ ക്യാപിറ്റൽ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കണ്ടെത്തും. ഓക്കെ, ഇനി ഇത് നമുക്കൊന്നുകൂടി നോക്കാം. സി ഇൻ റിവാലുവേഷൻ അക്കൗണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ദെൻ ഫർണിച്ചർ പ്രൊവിഷൻസ്. സോ ഇതിന്റെ ഡിഫറൻസ് ആണ്. ഇവിടെ ഫർണിച്ചറിൽ കുറഞ്ഞിട്ടുള്ള വാല്യൂ, പ്രൊവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തു 1200 ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2,800 കൂടിയിട്ടുണ്ട്. ദെൻ റിവാലുവേഷൻ ലോസസ് 1,200 each, that is 2,400, and the total value is 5,200 and a balance. Then capital account is prepared. Here revaluation losses are shared. Profit and loss അതിലുള്ള ലോസ് അക്കൗണ്ട് കഴിഞ്ഞ പീരീഡിലുള്ള ലോസ് ഷെയർ ചെയ്തു. Then അതിന്റെ total value. Here again capital brought down. The new capital is considered here. Then goodwill is shared among the old partners. So the total is given here. ഇങ്ങനെ ടോട്ടൽ കണ്ടു. അതുപോലെ അതിന്റെ ബാലൻസ് എത്രയുണ്ട് എന്നുള്ളത് നമ്മളോട് കണ്ടെത്തി. ആൻഡ് ദിസ് ഈസ് ക്യാരിഡ് ഓൺ ടു ദ നെക്സ്റ്റ് പീരീഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ഉള്ളത്. താങ്ക് യു.